നമസ്കാരം. മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീറിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയും കൃഷിവകുപ്പ് ഡയറക്ടറുമായ ശ്രീറാം വെങ്കിട്ടരാമൻ കൃഷിമന്ത്രി ടി സിദ്ദിഖിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചത് വിവാദമായിരുന്നു. ഈ സംഭവത്തിൽ ആരോപണവുമായി ഹിന്ദു ഐക്യവേദിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി സ്വാധീനമാണെന്ന് ഹിന്ദു ഐക്യവേദി കുറ്റപ്പെടുത്തി. ബോധപൂർവമല്ലാതെയാണെന്ന് ഉറപ്പായും കരുതാവുന്ന ഒരു മരണത്തിന്റെ ഉത്തരവാദി എന്നാരോപിച്ച് ഒരു ഹിന്ദു ഉദ്യോഗസ്ഥനെ വേട്ടയാടുന്നത് മാധ്യമ ജിഹാദ് ആണെന്ന് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ആർ.വി. ബാബു ആരോപിച്ചു. ശ്രീറാം വെങ്കിട്ടരാമനെതിരായ മാധ്യമപ്രവർത്തകർ ഉയർത്തിയ പ്രതിഷേധം തികച്ചും ജനാധിപത്യ വിരുദ്ധവും ധിക്കാരവുമാണ്. മാധ്യമപ്രവർത്തകൻ മരിക്കാനിടയായത് ശ്രീറാമാണെന്ന ആരോപണമാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത്. പ്രതിഷേധത്തിന് പിന്നിൽ ഇസ്ലാമി തീവ്രവാദ അജണ്ടയാണെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. ആലപ്പുഴ കലക്ടറായി നിയമിതനായ ശ്രീറാമിനെ പിണറായി സർക്കാർ മാറ്റിയത് മുസ്ലിം തീവ്രവാദികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു. മാധ്യമരംഗത്ത് ജമാഅത്തെ ഇസ്ലാമി ചെലുത്തുന്ന സ്വാധീനമാണ് ശ്രീറാമിനെതിരായുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ തെളിയുന്നത്. ബോധപൂർവമല്ലാതെയാണെന്ന് ഉറപ്പായും കരുതാവുന്ന ഒരു മരണത്തിന്റെ ഉത്തരവാദി എന്നാരോപിച്ച് ഒരു ഹിന്ദു ഉദ്യോഗസ്ഥനെ വേട്ടയാടുകയും ചെയ്യുന്നത് ഒരു മാധ്യമ ജിഹാദാണെന്ന് ആർ.വി. ബാബു പറയുന്നു. ആർ.വി. ബാബു ഒരു ദീർഘമായ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: മന്ത്രി ടി സിദ്ദിഖിനൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തിയ കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരായ മാധ്യമപ്രവർത്തകർ ഉയർത്തിയ പ്രതിഷേധം തികച്ചും ജനാധിപത്യ വിരുദ്ധവും ധിക്കാരവുമാണ്. തന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ശ്രീറാം മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തിയത്. ഒരു മാധ്യമപ്രവർത്തകൻ മരിക്കാനിടയായത് ശ്രീറാമാണെന്ന ആരോപണമാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന സത്യം മാധ്യമപ്രവർത്തകർക്ക് അറിയാത്തതല്ല. ഏതെങ്കിലും ഒരു കോടതി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഈ സമയം വരെ വിധിക്കാത്തിടത്തോളം നിയമവ്യവസ്ഥയിൽ അയാൾ കുറ്റക്കാരനല്ല. ഇസ്ലാമിക തീവ്രവാദ അജണ്ടയാണ് ശ്രീറാമിനെതിരെയുള്ള ഈ നീക്കത്തിന് പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആലപ്പുഴ കലക്ടറായി നിയമിതനായ ശ്രീറാമിനെ പിണറായി സർക്കാർ മാറ്റിയത് മുസ്ലിം തീവ്രവാദികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു. മാധ്യമരംഗത്ത് ജമാഅത്തെ ഇസ്ലാമി ചെലുത്തുന്ന സ്വാധീനമാണ് ശ്രീറാമിനെതിരായുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ തെളിയുന്നത്. ഒരു വശത്ത് ഭീകരവാദത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സിദ്ദിഖ് കാപ്പനെ സർവ്വ കഴിവും ഉപയോഗിച്ച് സംരക്ഷിക്കുകയും മറുവശത്ത് ബോധപൂർവമല്ലാതെയാണെന്ന് ഉറപ്പായും കരുതാവുന്ന ഒരു മരണത്തിന്റെ ഉത്തരവാദി എന്നാരോപിച്ച ഒരു ഹിന്ദു ഉദ്യോഗസ്ഥനെ വേട്ടയാടുകയും ചെയ്യുന്നത് ഒരു മാധ്യമ ജിഹാദാണെന്ന് പറയാതെ വയ്യ. ഇന്നലെ നിയമസഭയിലെ മീഡിയ റൂമിൽ വാർത്താസമ്മേളനം നടത്തവെയാണ് കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരായ മാധ്യമപ്രവർത്തകർ പ്രതിഷേധമുയർത്തിയത്. ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ ഫേസ്ബുക്ക് കുറിപ്പാണ് മുൻപ് വായിച്ചത്. എന്നാലും മാധ്യമപ്രവർത്തകനായിരുന്ന കെ.എം. ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ശ്രീറാമിനെ മന്ത്രിയുടെ ഒപ്പം ഇരുത്തി വാർത്താസമ്മേളനം നടത്താൻ അനുവദിക്കില്ലെന്ന് ഹാളിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു. കൊലയാളിയെ മന്ത്രി ഒപ്പം ഇരുത്തരുത് എന്ന് ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ വാർത്താസമ്മേളന ഹാളിൽ പ്രതിഷേധം കടുപ്പിച്ചു. ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന വാർത്താസമ്മേളനം ബഹിഷ്കരിക്കുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെയും മാധ്യമപ്രവർത്തകർ നിലപാടിൽ ഉറച്ചു നിന്നതോടെയും ശ്രീറാം വെങ്കിട്ടരാമൻ ഹാളിൽ നിന്നും പുറത്തിറങ്ങിപ്പോകാൻ നിർബന്ധിതനായി. ശ്രീറാം പുറത്തുപോയതിനു ശേഷമാണ് മന്ത്രിയുടെ വാർത്താസമ്മേളനം പുനരാരംഭിക്കാൻ സാധിച്ചത്. സംസ്ഥാനത്ത് ഏറെ കൊള്ളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീറിന്റെ മരണം. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ മ്യൂസിയത്തിന് സമീപം പബ്ലിക് ഓഫീസിന് മുൻപിലുണ്ടായ അപകടത്തിലാണ് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ബഷീർ കൊല്ലപ്പെടുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ സഞ്ചരിച്ചിരുന്ന അമിത വേഗതയിലെത്തിയ കാർ ബഷീറിന്റെ ബൈക്കിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു.